അതായത് ഡൽഹിയിൽ സെൻട്രൽ ഗവൺമെൻറ് വളരെ ഒരു പ്രധാനപ്പെട്ട നീക്കം നടത്തിയിരിക്കുകയാണ്. AI, അതായത് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച സൈനിക രംഗത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ചില പദ്ധതികളുമായി മുന്നോട്ട് വരുന്നു എന്നുള്ള കാര്യം. ഇതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഇന്നലെ, അതായത് ഫെബ്രുവരി 16-ന് ഡൽഹിയിൽ അതീവ പ്രാധാന്യമുള്ള ഒരു സമ്മേളനം ആരംഭിച്ചു. അതിന്റെ പേര് ഇന്ത്യ AI ഇമ്പാക്ട് സമിറ്റ് എന്നാണ്. ഫെബ്രുവരി 16 മുതൽ 20 വരെയാണ് ഈ സമ്മേളനം നീണ്ടു നിൽക്കുന്നത്. ഇതില് 45 രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രത്തലവന്മാർ ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ലോകത്തിലെ പ്രധാനപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനികളായിട്ടുള്ള ഉദാഹരണത്തിന് ഓപ്പൺ AI അല്ലെങ്കിൽ ആൽഫബറ്റ്, ഇപ്പം അവരുടെ പേര് തന്നെ ഞാൻ പറയാം. ആൽഫബറ്റിന്റെ CEO ആയ സുന്ദർ പിച്ചെ, ഓപ്പൺ AIയുടെ CEO ആയ സാം ആൾട്ട്മാൻ, അല്ലെങ്കിൽ ആന്ത്രോപിക്കിന്റെ CEO ആയ ഡേവിഡ് അമോദ, ഇങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ. ഒരേ ഒരാൾ മാത്രമേ ഈ സമ്മിറ്റിൽ നിന്നും വിട്ടു നിൽക്കുന്നുള്ളൂ. അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. NVIDIAയുടെ ജെൻസൺ ഹുവാങ് എന്ന CEO ഒഴിച്ച് ബാക്കി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മേഖലയിലുള്ള ലോകത്തിലെ എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുക്കുന്ന ഒരു സമ്മേളനമാണ് ഡൽഹിയിൽ നടക്കുന്നത്. ഈ സമ്മേളനത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ തന്നെ വലിയ രീതിയിലാണ് വാർത്തകൾ വന്നിരിക്കുന്നത്. അതായത് ഈ ഭാവിയിൽ ലോകത്തെ എങ്ങനെയായിരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കപ്പെടുക, അതല്ലെങ്കിൽ ലോകത്തിലെ ഭരണകൂടങ്ങൾ ഗവേണൻസിന് വേണ്ടി എങ്ങനെയായിരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഉപയോഗിക്കുക എന്നുള്ള വിഷയങ്ങളിലുള്ള ഒരു പോളിസി സ്റ്റേറ്റ്മെന്റ് പോലെ ആയിരിക്കും ഈ സമ്മേളനത്തിനൊടുവിൽ അവിടെ നിന്ന് പുറപ്പെടുവിക്കുന്ന ഒരു ജോയിന്റ് ഡിക്ലറേഷൻ എന്നാണ് വിദേശ മാധ്യമങ്ങൾ പോലും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. അതായത് നാളെ എങ്ങനെയാണ് AI ലോകത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചിത്രം നമുക്ക് ഈ സമ്മേളനം തരും. ഇതിൽ വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഉള്ളത്, വെറും നിക്ഷേപത്തിനെ കുറിച്ചോ അതല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് മേഖലയിലെ അവസരങ്ങളെ കുറിച്ചോ ഒന്നും മാത്രമല്ല ചർച്ച ചെയ്യുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട നൈതികതയുണ്ട്. അതായത് ഈ തീരുമാനമെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കൊടുത്താൽ നാളെ മനുഷ്യരാശി തന്നെ ലോകത്തുനിന്ന് ഇല്ലാതാകുമോ എന്നുള്ള ചോദ്യമുണ്ട്. അത്തരം ചോദ്യങ്ങൾക്ക് പോലും ആ ചോദ്യങ്ങൾ പോലും ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ രീതിയിൽ ശ്രദ്ധിക്കണം എന്നുള്ള തീരുമാനങ്ങളിലേക്ക് എല്ലാ വ്യവസായികളും ചേർന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യവും ഈ സമ്മേളനത്തിലുണ്ട്. അപ്പോൾ സമ്മേളനത്തിന്റെ പ്രാധാന്യത്തെ അതുകൊണ്ട് ഒരു വലിയ ഇമ്പാക്റ്റ് ആണ് ഈ ശാസ്ത്ര ലോകത്ത് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ലോകത്ത് മുഴുവൻ ഒരു വലിയ ചർച്ച നടന്നു. അതായത് ഞാനിപ്പോ ഒരു പേര് പറഞ്ഞല്ലോ, ഈ ആന്ത്രോപിക് എന്ന് പറയുന്ന ഒരു AI കമ്പനി. ആന്ത്രോപിക് ദാരിയോ അമോഡ എന്ന അദ്ദേഹമാണ് അതിന്റെ CEO. ഈ ആന്ത്രോപിക്കിന്റെ ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ട്, ക്ലോഡ് ഓപ്പസ് 4.6 എന്ന് പറയുന്നത്. ഇതിന് സ്വയം ചിന്തിക്കാനും അതുപോലെ സെൻസിബിലിറ്റി, നമ്മളെ പോലെ ചില കാര്യങ്ങൾ ഫീൽ ചെയ്യാനും, മനുഷ്യബുദ്ധി എങ്ങനെയാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത് ആ രീതിയിൽ ചിന്തിക്കാനും ഒക്കെ അതിന് കഴിയുന്നു എന്നുള്ള ഒരു വാർത്ത ഈ കഴിഞ്ഞ ദിവസമൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. അപ്പൊ അവിടെ പറയുന്നത്, ഇപ്പൊ ഉദാഹരണത്തിന് ഇതൊരു സാങ്കല്പികമായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഈ ക്ലോഡ് ഓപ്പസിന് നൽകി. ചില സാങ്കല്പിക വിഷയങ്ങളാണ്, യഥാർത്ഥ വിഷയങ്ങളല്ല. അപ്പോ ക്ലോഡ് ഓപ്പസിനോട് എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഇതങ്ങ് ഷട്ട് ഡൗൺ ചെയ്യാൻ പോവുകയാണ് എന്നൊരു സൂചന കൊടുത്തു. അപ്പോൾ അതിശക്തമായിട്ട് ക്ലോഡ് ഓപ്പസ് അതിനെ പ്രതിരോധിച്ചെന്ന് മാത്രമല്ല, ഈ ചില ആൾക്കാർ അതുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അവരുടെ ഇമെയിലിലുള്ള ചില രഹസ്യ ബന്ധങ്ങളെയൊക്കെ കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ പുറത്തുവിടും എന്ന് ഈ ക്ലോഡ് ഓപ്പസ് ഭീഷണിപ്പെടുത്തിയെന്നാണ്. നിങ്ങളുടെ രഹസ്യ ജീവിതങ്ങൾ ഞാൻ ഇത് പുറത്തു വിടാൻ പോവുകയാണ്, എന്നെ ഇത് ഷട്ട് ഡൗൺ ചെയ്യാൻ പോവുകയാണെങ്കിൽ. നമ്മുടെ ഒരു ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നു, നമ്മുടെ ലാപ്ടോപ്പ് ഷട്ട് ഡൗൺ ചെയ്യാൻ പോകുമ്പോൾ ലാപ്ടോപ്പ് നമുക്ക് മുന്നറിയിപ്പ് നൽകുക, അതേണ്ട നിങ്ങളുടെ കാമുകിയുമായിട്ടുള്ള നിങ്ങളുടെ മുഴുവൻ ചാറ്റ് ഞാൻ ഉടനെ തന്നെ വെളിയിൽ വിടും, നിങ്ങൾ തീരുമാനിക്കണം
ഉം. ഇത് നിർത്തണോ, അടച്ചുപൂട്ടണോ വേണ്ടയോ, ഷട്ട് ഡൗൺ ഉം. ചെയ്യണോ, ഉം. അതോ ഞാൻ കണ്ടിന്യൂ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം ഉം. എന്നുള്ള ഉം. രീതിയിലുള്ള പ്രതികരണങ്ങൾ ക്ലോഡ് ഓപ്പസ് ഉം. നടത്തിയതായിട്ടാണ് ഉം. ഈ മാധ്യമ വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതൊരു ചെറിയ കാര്യം മാത്രമാണ്. പക്ഷെ ഉം. ഇവിടെ ഉം. ഡൽഹിയിൽ നടക്കുന്ന ഈ സമ്മേളനത്തിന്റെ പ്രാധാന്യം മറ്റൊരു തലത്തിലൂടെയാണ്. ആ തലം എന്ന് ഉം. പറയുന്നത് ഉം. സൈനിക ഓട്ടോണമസ് ആവശ്യങ്ങൾക്കായിട്ട് ഉം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുക എന്നുള്ള ഉം. ഒരു ആ, ഉം. ഒരു ഓപ്ഷനുണ്ട്, ഒരു ഉം. സാധ്യതയുണ്ട്. ആ ഉം. സാധ്യതയിൽ എത്രത്തോളം മുന്നോട്ട് പോകണം എന്നുള്ളതും ചർച്ചാ വിഷയമാണ് ഇവിടെ. ഉം. ഈ ഉം. കഴിഞ്ഞ ദിവസം ചില തിങ്ക് ടാങ്കുകൾ പറഞ്ഞത് ഇന്ത്യ യഥാർത്ഥത്തിൽ ഈ ഉം. റഫാൽ വിമാനങ്ങൾ വാങ്ങിക്കുന്നത് ഈ ഉം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡൽഹിയിൽ നടക്കുന്ന AI സമ്മിറ്റുമായിട്ട് ബന്ധമുണ്ടെന്നാണ്. ഉം. അതായത് ഉം. ഈ ഡൽഹിയിലെ AI സമ്മിറ്റിൽ ഏറ്റവും സജീവമായിട്ട് പങ്കെടുക്കുന്ന ഇന്ത്യയെ കൂടാതെ ഫ്രാൻസാണ്. ഉം. ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി മക്രോൺ ഇപ്പോ ഡൽഹിയിലുണ്ട്. ഉം. അദ്ദേഹം ഉം. ഇന്നലെ തന്നെ എത്തിയിരുന്നു. ഉം. അപ്പോ അദ്ദേഹവും നരേന്ദ്രമോദിയും കൂടി സംയുക്തമായിട്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഉം. 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 ഇവിടെ ഈ ഉം. റഫാൽ വിമാനങ്ങൾ ഇന്ത്യ വാങ്ങിക്കുന്നത് ഒരു ഉം. വിമാനം എന്നുള്ള നിലയ്ക്കല്ല, അതൊരു ഉം. നെറ്റ്വർക്കിന്റെ ഭാഗമായ ഒരു ഉപകരണം എന്നുള്ള നിലയ്ക്കാണ്. ഉം. ഇതോടനുബന്ധിച്ച് ഇന്ത്യ വലിയൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നെറ്റ്വർക്ക് ഇന്ത്യയിൽ സ്ഥാപിക്കാൻ പോവുകയാണ്. ഭരണം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും ഇനി ഈ ഒരു AI-യുടെ സഹായത്തോടു കൂടിയായിരിക്കും നടത്താൻ പോകുന്നത്. പല മേഖലകളിലും ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ, ഡാറ്റ അനാലിസിസിൽ, അതുപോലെ സർവൈലൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, ഇതിലൊക്കെ തന്നെ ഈ വരാനിരിക്കുന്ന ഒരു നെറ്റ്വർക്ക്, സ്ഥാപിക്കപ്പെടാൻ പോകുന്ന ഒരു വലിയ നെറ്റ്വർക്ക്, ആ നെറ്റ്വർക്ക് ആയിരിക്കും ഇതിന്റെ എല്ലാം ആണിക്കല്ല്, ഈ നമ്മുടെ എല്ലാ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന്റെയും. ഇപ്പൊ രാജ്യത്തിന്റെ ഏതൊരു ഭാഗത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളും ഡൽഹിയിൽ ഒരു കൺട്രോൾ റൂമിൽ ഇരുന്നു കൊണ്ട് നിയന്ത്രിക്കണമെങ്കിൽ ഈ ഒരു വലിയ നെറ്റ്വർക്കിന്റെ സഹായത്തോടു കൂടി തന്നെ ആയിരിക്കും ഈ നിയന്ത്രണങ്ങളൊക്കെ ഈ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വരാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് റഫാൽ ഡീൽ നടന്നത്. റഫാൽ ഇനി വെറും ഒരു വിമാനമായിരിക്കില്ല, അതൊരു ഈ പറയുന്ന ഒരു നെറ്റ്വർക്കുമായിട്ട് ഘടിപ്പിക്കപ്പെട്ട ഒരു വിമാനമായിരിക്കും. ഇന്ത്യയുടെ സർവ്വ പ്രതിരോധ സംവിധാനങ്ങളുമായിട്ട് അത് കണക്ട് ചെയ്യപ്പെട്ടിരിക്കും. ഈ ഇപ്പോൾ നടക്കുന്ന AI സമ്മിറ്റ് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധത്തെയും ഇന്ത്യയുടെ വ്യോമയാന മേഖലകളെയും മൊത്തത്തിൽ നവീകരിക്കാൻ പോകുന്നതിന്റെ ഒരു ആദ്യത്തെ പടിയായിട്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് എന്നാണ് വിദേശ മാധ്യമങ്ങളും തിങ്ക് ടാങ്കുകളും ഈ AI സമ്മിറ്റിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച പോലെ വെറും ഒരു നിക്ഷേപ സമാഹരണ പദ്ധതി ഒരു സമ്മേളനമല്ല. ഒരു രാഷ്ട്രത്തിന്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ മുഴുവൻ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ നെറ്റ്വർക്ക് നിലവിൽ വരാൻ പോകുന്നു. ആ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. കാരണം അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ നൈതികത ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വരുന്നത്. കാരണം മെഷീനുകളെ തീരുമാനമെടുക്കാൻ ഏൽപ്പിച്ചാൽ എന്താവും ഭാവി? ഇങ്ങനെയുള്ള ഒരുപാട് നൈതിക വിഷയങ്ങൾ. രണ്ടാമത്തേത് ഓഫ് കോഴ്സ് അതില് ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. 70 ബില്യണോളം US$ ഇൻവെസ്റ്റ്മെന്റ് ഇതിലൂടെ ഇന്ത്യയിൽ പലരും നടത്തും എന്നാണ് ഒരു സൂചന. അതുപോലെ തന്നെ ലോകത്തിലെ എല്ലാ പ്രമുഖ കമ്പനികളുടെയും CEO-മാർ ഇവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് സർക്കാരുമായിട്ട് അവർ പല വിഷയങ്ങളിലും ഇന്ററാക്ഷൻ ഉണ്ടാവും. ആ ഇന്ററാക്ഷനിൽ നിന്നും സർക്കാരിന് ഒരുപാട് മനസ്സിലാക്കാനും നേട്ടങ്ങൾ ഉണ്ടാക്കാനും പറ്റും. അങ്ങനെ ഇതൊരു നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു തലം ഈ പറയുന്ന അത് സൈനികവും സൈനികേതരവുമായ, പ്രത്യേകിച്ച് ഈ ഡ്യുവൽ പർപ്പസ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അതായത് ചില ടെക്നോളജികൾ നമുക്ക് വേണമെങ്കിൽ സൈനിക ആവശ്യത്തിന് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ സമാധാന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇന്ന് പലയിടത്തും പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഈ ഡ്യുവൽ പർപ്പസ് ടെക്നോളജിയാണ്. കാരണം ഇത് അങ്ങനെ ഒരു ഉപരോധം കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ഒരേ ടെക്നോളജി പലപ്പോഴും മെഡിക്കൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ടാവും, യുദ്ധത്തിൽ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പം ഇത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലോകത്തിലെ കോടിക്കണക്കിന് ആൾക്കാരുടെ ആരോഗ്യത്തെ ആയിരിക്കും ബാധിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സമ്മിറ്റാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് വിദേശ തിങ്ക് ടാങ്കുകൾ പലരും വിലയിരുത്തുന്നത്. എന്തായാലും ശരി, അതീവ തന്ത്രപ്രധാനമായ സമ്പദ്ഘടനയ്ക്കും രാഷ്ട്രത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ
അല്ലെങ്കിൽ ഭരണ മേഖലയ്ക്കും വലിയ പ്രാധാന്യമുള്ള ഒരു തീരുമാനങ്ങളായിരിക്കും ഇതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നത്. പെട്ടെന്ന് അവിടെ തീരുമാനമൊന്നും പ്രഖ്യാപിക്കണമെന്നില്ല. പക്ഷേ ആ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് ഇതിലേക്കായിരിക്കും ലക്ഷ്യം വെക്കുന്നത്. അത് നമ്മൾ ഇപ്പം പഴയ കാലത്തെ പോലെ തീരുമാനങ്ങളൊന്നും പെട്ടെന്ന് വലുതായിട്ട് അനൗൺസ് ചെയ്യപ്പെടത്തില്ല. കാരണം അങ്ങനെ അനൗൺസ് ചെയ്താൽ ഒരുപാട് വിമർശനം ഉണ്ടാകും. പകരം ടെക്നോളജി മാത്രമായിരിക്കും പുറത്തു വരിക. അതിൻ്റെ സാധ്യതകൾ, ഇംപ്ലിക്കേഷൻസ് വരും ദിവസങ്ങളിലായിരിക്കും ചർച്ച ചെയ്യപ്പെടുക. എന്തായാലും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ട ഒരു സമ്മേളനം തന്നെയാണ്. സമ്മേളനത്തിൻ്റെ ഒടുവിലെ പ്രഖ്യാപനവും നമ്മൾ വരികൾ വായിക്കുന്നതോടൊപ്പം വരികൾക്കിടയിലും വായിക്കേണ്ടത് ആവശ്യം അതിനുണ്ടാകും എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാഷ്ട്രം എന്ന നിലയിലേക്ക് ഇന്ത്യ കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോൾ, അതേസമയത്ത് സൈനികമായിട്ടും ലോകത്തിലെ ഏറ്റവും മികച്ച ടെക്നോളജിയുള്ള, എവിടെയും കടന്ന് ആക്രമിക്കാനും ഇന്ത്യയെ സംരക്ഷിക്കാനും കഴിവുള്ള സംവിധാനം ആണ് ഇതിലൂടെ കൊണ്ടുവരാൻ ഇന്ത്യ ശ്രമിക്കുന്നത് എന്നുള്ളതല്ലേ പ്രധാനമായും പറയുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ ഒരു സാമ്പത്തിക സൈനിക വളർച്ചയ്ക്കുള്ള ഒരു അടിത്തറ ഗ്രൗണ്ട് പ്രിപ്പയർ ചെയ്യുകയായിരിക്കും ഈ സമ്മേളനം ചെയ്യുന്നത്. അതായത് ഇപ്പോഴുള്ളതിൽ നിന്നും ഒരു വലിയ കുതിപ്പിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പായിരിക്കും ഈ സമ്മേളനം വിഭാവനം ചെയ്യുന്നത് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എന്തായാലും അത് വലിയ നേട്ടങ്ങൾക്ക് കാരണമായി തീരും. മാത്രമല്ല കോടാനുകോടി രൂപയുടെ നിക്ഷേപം കൂടി ഇവിടെ ഈ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ആ കമ്പനികളെല്ലാം ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമുള്ള ഒരു നേട്ടം ഇന്ത്യക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് നമുക്ക് കരുതാം, അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു.